തമിഴക രാഷ്ട്രീയത്തിൽ ദ്രാവിഡ കോട്ടകളെ വിറപ്പിച്ചുകൊണ്ട് കടന്നുവന്ന കെ അണ്ണാമലൈ വീണ്ടും ഒരു നിർണായക പരീക്ഷണ ഘട്ടത്തിലാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ തമിഴ്നാട്ടിലെ ഏറ്റവും ജനപ്രിയ മുഖമായിരുന്ന അദ്ദേഹം പാർട്ടി നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പടിയിറങ്ങാൻ ഒരുങ്ങുന്നുവെന്ന വാർത്ത ദേശീയ രാഷ്ട്രീയത്തിലടക്കം വലിയ ചർച്ചയായി കഴിഞ്ഞു. ഡൽഹിയിലെത്തി ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബി.എൽ. സന്തോഷ് എന്നിവരെ നേരിൽ കണ്ട് അണ്ണാമലൈ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. പരസ്പര സൗഹാർദ്ദത്തോടെയുള്ള ഒരു വേർപിരിലാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. സൗഹാർദ്ദപരമായ ഒരു ഇറങ്ങിപ്പോക്ക് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ തമിഴ്നാട്ടിൽ പാർട്ടിയെ വളർത്തിയ നേതാവിനെ അത്ര പെട്ടെന്ന് വിട്ടുകളയാൻ കേന്ദ്ര നേതൃത്വം തയ്യാറല്ല. വിഷയമൊക്കെ ചർച്ച ചെയ്ത് കൂടുതൽ സമയം ആവശ്യപ്പെട്ട നേതൃത്വം അണ്ണാമലയ്ക്ക് രാജ്യസഭാ സീറ്റ് അടക്കം വലിയ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചതായാണ് സൂചന. എങ്കിലും തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അദ്ദേഹം ബുധനാഴ്ച വരെ ഡൽഹിയിൽ തുടരും. എന്തായാലും തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും അണ്ണാ-ഡി.എം.കെയും തമ്മിൽ സഖ്യമുണ്ടാക്കാനുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമാണ് അണ്ണാമലയെ ചൊടിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ദ്രാവിഡ രാഷ്ട്രീയത്തിന് ബദലായി ബി.ജെ.പി. തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് ജനവിധി തേടണമെന്നതായിരുന്നു അണ്ണാമലയുടെ നിലപാട്. എന്നാൽ കേന്ദ്ര നേതൃത്വം എ.ഐ.ഡി.എം.കെയുമായി കൈകോർക്കാൻ തീരുമാനിക്കുകയും അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നൈനാർ നാഗേന്ദ്രനെ നിയമിക്കുകയും ചെയ്തു. ഇതോടെ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹം അകലം പാലിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ സജീവമായി പ്രചരണത്തിന് ഇറങ്ങാനോ അദ്ദേഹം തയ്യാറായില്ല. അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി. നേടിയ 11% വോട്ട് വിഹിതം സഖ്യത്തോട് മത്സരിച്ചപ്പോൾ വെറും 3% കൂപ്പുകുത്തി എന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ശരിവെക്കുന്നതായിരുന്നു. മുൻപ് CBSE 3ാം ഭാഷ നിർബന്ധമാക്കിയ കേന്ദ്ര തീരുമാനത്തെ തമിഴ്നാടിനായി പരസ്യമായി എതിർത്തതും അണ്ണാമലയെയും ബി.ജെ.പിയും തമ്മിലുള്ള അകൽച്ച വർദ്ധിപ്പിച്ചിരുന്നു. കരൂരിൽ ഒരു കർഷക കുടുംബത്തിൽ ശിവസെന്തിൽ കുമാറായി ജനിച്ച അദ്ദേഹം 10ാം ക്ലാസ്സിലാണ് സ്വന്തം പേര് അണ്ണാമലൈ എന്ന് മാറ്റുന്നത്. കോയമ്പത്തൂരിലെ എഞ്ചിനീയറിംഗ് പഠനത്തിലും IMM ലഖ്നൌവിലെ മാനേജ്മെന്റ് ബിരുദത്തിനും ശേഷം 2011 അദ്ദേഹം IPS നേടി. കർണാടക പോലീസിൽ അഴിമതിക്കെതിരെ പോരാടിയ കടുത്ത ഉദ്യോഗസ്ഥനായി മാറിയ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ സിംഗം എന്ന പേരിൽ പ്രശസ്തനായി. സഹപ്രവർത്തകനായിരുന്ന മധുകർ ഷെട്ടിയുടെ വിയോഗവും കൈലാസ മാനസ സരോവർ യാത്രയും ജീവിതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറ്റിമറിച്ചു. തുടർന്ന് 2019 സിവിൽ സർവീസ് രാജിവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയങ്ങൾ ആകർഷനായി 2020 അദ്ദേഹം ബി.ജെ.പിയിൽ ചേർന്നു. വളരെ വേഗത്തിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തിയ അദ്ദേഹം തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഇനി എന്ത് എന്നുള്ളതാണ്, അതായത് അണ്ണാമലയുടെ രാഷ്ട്രീയ ഭാവി എന്ത്, അദ്ദേഹം ചിന്തിക്കുന്നത് എന്ത് എന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട്. ബി.ജെ.പിയുടെ ഓഫറുകൾ നിരസിച്ച അണ്ണാമലൈ ഔദ്യോഗികമായി പാർട്ടി വിട്ടാൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ചില സൂചനകൾ വരുന്നുണ്ട്. പെട്ടെന്നൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് പകരം ആദ്യം ഒരു ജനകീയ സംഘടനയിലൂടെ അടിത്തറ ശക്തമാക്കാനാണ് അദ്ദേഹത്തിന്റെ നീക്കം. നിലവിൽ അദ്ദേഹം നടത്തുന്ന വി ദ ലീഡേഴ്സ് എന്ന സന്നദ്ധ സംഘടന ഇതിനായി ഉപയോഗപ്പെടുത്തിയേക്കും. പിന്നീട് ദ്രാവിഡ രാഷ്ട്രീയത്തെ ശക്തമായി എതിർക്കുന്ന എന്നാൽ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം പ്രഖ്യാപിക്കും എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുന്ന അദ്ദേഹത്തിന്റെ ഭാവി. വരാനിരിക്കുന്ന തമിഴ്നാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഈ പുതിയ പാർട്ടി മത്സരിക്കുമെന്നും സൂചനയുണ്ട്. ഇത് അണ്ണാമലൈ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ജനപ്രീതിയുടെയും സംഘടനാ ശേഷിയുടെയും യഥാർത്ഥ മാറ്റുരയ്ക്കലായിരിക്കും. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വൻമരങ്ങൾക്കിടയിൽ അണ്ണാമലയുടെ പുതിയ പരീക്ഷണം തമിഴക രാഷ്ട്രീയത്തെ എങ്ങോട്ട് നയിക്കുമെന്നും കാത്തിരുന്ന് കാണണം. അതേസമയം ബി.ജെ.പി. അദ്ദേഹത്തിന്റെ രാജി ഇതുവരെ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ അണ്ണാമലൈ സ്വീകരിക്കുമോ എന്നതുമൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാം.